ഇവിടെ ഡിഡ് വന്നു, ഇവിടെ ഡിഡ് വന്നു, ഹു കഴിഞ്ഞിട്ട് ഡിഡ് വന്നില്ല. എന്താ വന്നിരിക്കുന്നേ? ഡയറക്റ്റ് വേർബ് വന്നിരിക്കുകയാണ്. ഓക്സിലറി വേർബ് വന്നിട്ടില്ല. Why? What is the reason? Hi everyone, welcome to Fluent Happy Learning. This is me Chins, an English empowerment course, and today we are on 28th day. 28th day കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ WH ക്വസ്റ്റ്യൻസിന്റെ ആദ്യത്തെ ക്ലാസ് കണ്ടിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആം ഈസ് ആ വോസ് വേർ എന്നെ സംബന്ധിച്ചായിരുന്നു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡു വിത്ത് ഡു, ഡസ് ആൻഡ് ഡിഡ്. അതിന്റെ കൂടെ എങ്ങനെ WH ക്വസ്റ്റ്യൻ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. സോ അതിന് മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി WH ക്വസ്റ്റ്യൻസിന്റെ മീനിങ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, അല്ലെങ്കിൽ എന്ന് എന്നും, വേർ എവിടെ, വാട്ട് എന്ത്, വൈ എന്തുകൊണ്ട്, വിച്ച് ഏത്, ഹു ആര്, ഹും ആര്, ഹുസ് ആരുടെ, ഹൗ എങ്ങനെ എന്നാണ് മീനിങ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു നോ ദ മീനിങ് ഓഫ് ദോസ് WH questions, and as well as I had told you that why the different colors here used. Which എന്നും whose എന്നും ഒരേ കളറിലും, ബാക്കി who എന്ന് പറയുന്ന മറ്റൊരു കളറിലും, ബാക്കിയെല്ലാം വൈറ്റിൽ ഇടാനുള്ള കാരണം ഉണ്ട്. അത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ ലെറ്റ്സ് jump to the class today. Here comes ഡു ഓർ ഡസ് വിത്തിൻ്റെ സെന്റൻസ് നമുക്ക് കാണാൻ ശ്രമിക്കാം. ജാക്ക് ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞൊരു സെന്റൻസ് ആണ് അല്ലേ? വളരെ മനോഹരമായ ഒരു സെന്റൻസ് ആണ്. ജാക്ക് ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം. അത് നമ്മൾ പറഞ്ഞു ജാക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ലൈക്സ് വന്നത്. ജാക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? V1S ആണ് വരുന്നത്. V1S വരും. ഈ V1S എന്താണ്? V1, V1S, V2, V3, V4 എന്ന വേർബിന്റെ 5 ഫോമുകൾ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും വേർബിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതാണ്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു വെൻ സബ്ജക്റ്റ് ഇസ് സിംഗുലർ വാട്ട് ദ വേർബ് ഷുഡ് ഹാസ് ടു ബി ടേക്കൻ ഓക്സിലറി വേർബ്. അത് V1S ആണ് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ജാക്ക് ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം എന്നതിൽ നമുക്ക് ഓക്സിലറി വേർബ് ഇല്ല അല്ലേ? നമുക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻസോ അതുപോലെ തന്നെ WH ക്വസ്റ്റ്യനും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഓക്സിലറി വേർബ്സ് വേണം. ആ ഓക്സിലറി വേർബ്സ് ഇതിലില്ല. അപ്പോൾ ഇതിലില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് സെലക്ട് ചെയ്യാനുള്ളതാണ് 2 എണ്ണമാണ്. ഒന്ന് ഡൂം ഡസും. അതിൽ ഡൂം ഡസിലും ഏതാണ് വരിക? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു പോംവഴിയുണ്ട്. ഇവിടെ ലൈക്സിന്റെ കൂടെ എസ് ഉണ്ട്, ഇവിടെ ഡസിന്റെ കൂടെയും എസ് ഉണ്ട് അല്ലെ? ലൈക്സിന്റെ കൂടെ എസ് ഉണ്ട്, ഡസിന്റെ കൂടെയും എസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന ഏത് സെന്റൻസ് നോക്കിയാലും വേർബിന്റെ കൂടെ എസ് ഫോം ആണ് എങ്കിൽ നമ്മുടെ ഓക്സിലറി വേർബ് ഡസ് ആയിരിക്കും. വേർബ് എസ് ഫോമിലാണെങ്കിൽ, അത് V1S ആണ് വേർബ് എങ്കിൽ നമ്മുടെ ഓക്സിലറി വേർബ്, നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ഡസ് ആയിരിക്കും. കാരണം V1S ആണ്. V1Sന്റെ കൂടെ V1Sന്റെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ളത് ഡസ് ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതും ഡസ് ആയിരിക്കും. സോ ലെറ്റ്സ് സീ. ഇവിടെ ലൈക്സിന്റെ കൂടെ എന്തുണ്ട്? ഡസ് ഉണ്ട്. ഡസ് ജാക്ക് ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം? ജാക്കിന് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നൊരു ചോദ്യം വന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഡസ് വന്നതിനാൽ ഇവിടെ ലൈക്ക് എന്ന ബേസ് ഫോം V1 ആണ് വരുന്നത് അല്ലെ? V1 ആണ് വന്നത്. തൊട്ട് മുകളിൽ നമ്മൾ കണ്ടിരുന്നു V1S ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇവിടെ V1, അതായത് ലൈക്ക് ആണ് വന്നിരിക്കുന്നത്. സോ ഹൗ ക്യാൻ യു ചേഞ്ച് ദിസ് വൺ ആസ് എ WH ക്വസ്റ്റ്യൻസ്? സീ, വാട്ട് ഡസ് ജാക്ക് ലൈക്ക്? ജാക്കിന് എന്താണ് ഇഷ്ടം? സോ ഐ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെ? ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് എനിക്ക് ഉത്തരമായിട്ടാണ് വരേണ്ടത്. അപ്പം ജാക്കിന് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചു. ഓക്കെ, ഈ ഡസിന്റെ മുൻപിലേക്ക് എന്ത് ചെയ്തു എന്ന് മാത്രം ഉപയോഗിച്ചേക്കുന്നേ? നമ്മൾ വാട്ട് എന്ന WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ദ റിമൈനിങ് വൺ ഡസ് ഇവിടെയുണ്ട്, ജാക്കിൻ്റെ, ലൈക്കിൻ്റെ, ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മുടെ ആൻസറിലും വരും. സോ ഹിയർ ഓൾസോ സീ ദ പാറ്റേൺ. എന്താണ് പാറ്റേൺ? WH പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് ദെൻ ദ സബ്ജക്ട് അല്ലേ? ഇവിടെ ജാക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദേ ലിവ് ഇൻ ന്യൂയോർക്ക്. അവർ ന്യൂയോർക്കിലാണ് ജീവിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഓക്സിലറി വേർബ്, പ്രസന്റ് സെന്റൻസിൽ ഓക്സിലറി വേർബ് ഇല്ല. നമ്മൾ കണ്ടെത്തണം ഇവിടെ ഏതാണ് വേർബ്. വേർബ് എന്ന് പറയുന്നത് ലിവ് ആണ്. അതിൻ്റെ കൂടെ എസ് ഫോം ഇല്ല. എസ് ഫോം ഇല്ലാത്തപ്പോൾ നമുക്ക് എന്തെടുക്കണം? നമുക്ക് എടുക്കേണ്ടത് ഡു ആണ് അല്ലേ? അപ്പം ഇവിടെ
അതോടെ തന്നെ രണ്ടാമത്തെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലൂറലാണ്, ദേ എന്ന് പറയുന്ന പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറലിന്റെ കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഓക്സിലറി വെർബ് ഡു മാത്രമേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഡസ് വരും, പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ ഡു വരും. അതാണ് ഒരു മാർഗം. മറ്റേ മാർഗം എന്ന് പറയുന്നത് V1S ആണ് വെർബ് എങ്കിൽ നമുക്കിവിടെ ഡസിന്റെ ഓക്സിലറി വെർബ് ആയിരിക്കും വരുന്നത്. സോ വാട്ട് വുഡ് ബി ദ ക്വസ്റ്റ്യൻ, yes or no ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഡു എടുത്തു, ഡു ദേ ലിവ് ഇൻ ന്യൂയോർക്ക്. സോ ഇവിടെ V1 ആണ്, ഇവിടെയും V1 ആണ് അല്ലേ. അവിടെ എസ് ഫോം ആദ്യം ഇല്ലായിരുന്നു, രണ്ടാമതും ഇല്ല, കാരണം ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, ലിവ്സ് ഇവിടെ വരില്ല. അതോടൊപ്പം തന്നെ ഡു ആണ് ഇവിടെ വന്നിരിക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ലിവ്സ് വരില്ല. ദാറ്റ് വുഡ് ബി ദ ലീവ്. റൈറ്റ് നൗ ന്യൂയോർക്ക് എന്നുള്ളതാണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. WHO ക്വസ്റ്റ്യൻ ഉപയോഗിക്കണം. ന്യൂയോർക്ക് എന്നുള്ളതാണ് ആൻസർ എങ്കിൽ ഇതിന്റെ മുൻപിലെ ഏതാണ് ഉപയോഗിക്കുക? ഓക്സിലറി വെർബ്സ് ഒന്ന് ഓടിച്ചു നോക്കുകയും verb, what, when എന്നൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്? നമുക്ക് കിട്ടേണ്ടത് എവറി ഡേ എന്നുള്ളതാണ്. Where do they live? കണ്ടോ, where do ഇവിടെ ഉണ്ട്, day ഇവിടെ ഉണ്ട്, live ഇവിടെ ഉണ്ട്. അപ്പം verb മാത്രമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്ത് ഇത് നമ്മുടെ ഇൻ ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ കാറ്റ് സ്ലീപ്സ് ഓൺ സോഫ. The cat sleeps on the sofa. ഇവിടെ sleeps S ഫോം ആണ്, ബിക്കോസ് the cat എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് sleeps എന്ന S ഫോം വന്നു. That is V1S. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. V1Sന്റെ കൂടെ ഏതാണ് വരിക? വരുന്നത് does ആണ്, ബിക്കോസ് here S ഫോം, here also S ഫോം. Right. The reason the cat എന്ന് പറയുന്നത് സിംഗുലർ ആണ്, does എന്ന് പറയുന്നത് സിംഗുലർ ആണ്. So we take the does to the beginning of a sentence or before the subject. That is does the cat sleep on the sofa. Then sleeps എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് മാറും, V1 ആയി മാറും. കാരണം sleepsലെ S ഫോം, does ഫോം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് മുൻപിലേക്ക് ഇട്ടു. ഇനി നമുക്ക് കിട്ടേണ്ടത് ഓൺ ദ സോഫ എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? എവിടെ എന്നുള്ളത് അല്ലെ. എവിടെയാണ് ഉറങ്ങുന്നത്? Where does the cat sleep? ഉണ്ടോ? Does ഇവിടെ ഉണ്ട്, the cat ഉണ്ട്, sleep ഉണ്ട്. Then where എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നമുക്ക് ഉത്തരം ലഭിക്കുന്നത് on the sofa എന്നുള്ളതാണ് ഉത്തരം ലഭിക്കുന്നത്. Is it clear? Any doubt? If you have got any doubt, feel free to ask the questions. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. Then we move to the next one, that is he saves money to buy a car. ഇവിടെ he ആയതുകൊണ്ട് ഇവിടെ saves വന്നു. saves എന്ന് പറഞ്ഞാൽ V1S ഫോം ആണ്, V1S ഫോം ആണ്. ഇവിടെ V1S ന്റെ S ഫോം എന്ന് പറയുന്നത് does ആണ്. So we take the does to the beginning. What does come? Does he save money to buy a car? ഇതില് save വന്നു, V1 വന്നു. The reason is S form എന്നുള്ള പറയുന്ന does നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. ഇനി ബൈ എ കാർ ആണ് ഉത്തരം കിട്ടേണ്ടെങ്കിലോ, എനിക്ക് എന്തിനാണ് മണി സേവ് ചെയ്യുന്നത്? എനിക്ക് പുതിയ കാർ വാങ്ങാനാണെങ്കിൽ why does he save money? എന്തുകൊണ്ട് അല്ലെ. why നമ്മൾ പുതിയതായിട്ട് എടുത്തൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ആ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഉള്ളത് എല്ലാം സെയിം ആണ്. does വന്നു, he വന്നു, save വന്നു, money വന്നു അല്ലെ. അത് എല്ലാം സെയിം പാറ്റേൺ ആണ്. ആ സെയിം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, എസ് ഓർ നോ ക്വസ്റ്റിന്റെ പാറ്റേണിന്റെ തൊട്ടു മുൻപിലേക്ക് WHO ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് WHO ക്വസ്റ്റിന്റെ സ്ട്രക്ചർ കിട്ടും. അതല്ലാതെ വേറെ രീതിയിൽ ഓർക്കണമെങ്കിലോ നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി? ആദ്യം WHO ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ വരുന്നത് ഓക്സിലറി വേർബ്സ്, ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ട് എന്ത് വരും? സബ്ജക്റ്റ് വരും. ഇവിടെ കണ്ടോ ഡസ് ഹി കണ്ടോ സബ്ജക്റ്റ് വന്നേക്കുന്നേ. അതിനുശേഷം മെയിൻ വേർബ് വരും. അതിനുശേഷം കണ്ടോ സേവ് എന്ന് പറയുന്ന മെയിൻ വേർബും കൂടി ഇവിടെ വരുന്നുണ്ട്, ആഡാകുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? മണി. എന്തിനു വേണ്ടിയിട്ടാണ് മണി സേവ് ചെയ്യുന്നത്? കാറിന് വേണ്ടിയിട്ട്, കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. സോ ദ സ്ട്രക്ചർ വൺസ് അഗൈൻ WHO ക്വസ്റ്റ്യൻ, ഓക്സിലറി വേർബ്, സബ്ജക്റ്റ് ആൻഡ് വേർബ്. വേർബ് ഫോമും കൂടി ആഡ് ആയിട്ടുണ്ട്. Then next one, let's see next one. We learn English online. Learn എന്ന് പറയുന്നത് V1 ആണ്, V1S അല്ല, V1 ആണ്. So we'll get it do because it's V plural ആയതുകൊണ്ട് do form ആണ്. So നമ്മൾ ഇവിടുന്ന് ഏതെടുക്കണം? Do ന്റെ സ്ട്രക്ചർ എടുക്കണം. Do we learn English online?
കണ്ടോ, ഇവിടുന്ന് ഡു എടുത്തു, വി ഉണ്ട്, ലേൺ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അതിൽ ജസ്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത് ലേണിൽ നിന്നും ഡു എക്സ്ട്രാക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ഓൺലൈൻ എന്നാണ് ഉത്തരം ലഭിക്കേണ്ടതെങ്കിലോ നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ, എങ്ങനെ അല്ലെ. ഹൗ ഡു വി ലേൺ ഇംഗ്ലീഷ്, ഹൗ ഡു വി ലേൺ ഇംഗ്ലീഷ്. ഓൺലൈൻ എന്ന് പറയുന്നത് ഉത്തരമായിട്ട് ലഭിക്കും. കിട്ടുന്നുണ്ടാവും അല്ലേ? ക്ലിയർ അല്ലേ? WH പ്ലസ് auxiliary verb plus subject plus learn, that is a verb. ക്ലിയർ ആയോ? പിന്നെ അതിലുള്ള ഒബ്ജക്റ്റിന്റെ ഭാഗം എടുത്ത് നിങ്ങൾ അതേപോലെ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് നോക്കാം. നമ്മൾ പ്രസന്റ് ടെൻസ് നോക്കിയാൽ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്തായിരിക്കും? ഡിഡ് ഫോം ആണ്. അതായത് കംപ്ലീറ്റഡ്, വാച്ച്, സ്പോക്ക്, മെയ്ഡ്, എയ്റ്റ്, പുട്ട് എന്ന് പറയുന്ന V2 ഫോം ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ V2 ഫോമിൽ വരുമ്പോൾ എന്ത് ചേഞ്ച് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഷീ വെന്റ് ടു ദ കൺസേർട്ട് ലാസ്റ്റ് നൈറ്റ്. ഷീ വെന്റ് എന്ന് പറയുന്നത് V2 ഫോം ആണ്. ഷീ വെന്റ് ടു ദ കൺസേർട്ട് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇന്നലെ രാത്രി അവൾ കൺസേർട്ടിന് പോയി അല്ലേ. V2 വന്നു. അപ്പൊ V2 വന്നപ്പോൾ നമ്മൾ ഇവിടെ എന്തില്ല നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് ഇല്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വെർബിൽ നിന്നും ഓക്സിലറി വെർബിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ വെന്റ് എന്ന് പറയുന്ന V2ന്റെ ഉള്ളിലുള്ള വെർബ് ഓക്സിലറി ഫോം ഏതാണ്? ദാറ്റ് ഈസ് എ ഡിഡ് ആണ്. വേറെ ഒന്നുമില്ല അല്ലേ. V2ന്റെ ഉള്ളിൽ വരുന്നത് ഡിഡ് ആണ്. സോ വാട്ട് വിൽ കം ഹിയർ? Did will be the beginning to get the yes or no question. Did she go to the concert last night? ഇവിടെ V2 എന്ന് പറയുന്നത് മാറ്റം വരുന്ന ഏതാണ്? ഇവിടെ V1 ആയിട്ട് മാറുന്നതായിരിക്കും. Why? The reason is that V2ൽ നിന്നും നമ്മൾ ഏതിനെ എക്സ്ട്രാക്ട് ചെയ്തു? നമ്മൾ ഡിഡിനെ എക്സ്ട്രാക്ട് ചെയ്ത് ആ ഡിഡിനെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ ഇട്ടത് കൊണ്ട് ഈ വെന്റ് എന്നുള്ളത് V1 ആയി ഗോ എന്ന് ആയി മാറും. Now we want to make the question. എനിക്ക് എന്താണ് ഉത്തരം കിട്ടേണ്ടത്? ലാസ്റ്റ് നൈറ്റ് ആണ് എനിക്ക് ഉത്തരം ലഭിക്കേണ്ടത്. ലാസ്റ്റ് നൈറ്റ് ആണ് ഉത്തരം ലഭിക്കേണ്ടതെങ്കിൽ എപ്പോൾ അല്ലേ? എപ്പോഴാണ് പോയത്? When did she go to the concert? കണ്ടോ, സെയിം പാറ്റേണിൽ വന്നിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. ക്വസ്റ്റ്യൻ വേർഡ് എപ്പോൾ എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. വെൻ, അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടിട്ട് അതിന്റെ മലയാളം മീനിങ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു മേക്ക് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ സ്ട്രക്ചർ ഈസ് സെയിം വിത്ത് ദാറ്റ് ഈസ് ആദ്യം വന്നത് ഏതാണ്? WH ക്വസ്റ്റ്യൻ വന്നു. Here, right? WH plus here auxiliary verb plus subject plus and go, that's a verb, main verb. അല്ലേ? പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പാറ്റേണിൽ ഒരു മാറ്റവും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ റിമെമ്പർ ദ പാറ്റേൺ വാട്ട് യു ഹാവ്. Got it? Let's check the next one. Where did he go last night? എവിടെ? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ദ കൺസേർട്ട് എന്നുള്ളത് എനിക്ക് ഉത്തരം കിട്ടണം അല്ലെ. ദ കൺസേർട്ട് എന്ന ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദിക്കാം? Where, എവിടെ, where did she go last night? അപ്പൊ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കൺസേർട്ട് എന്ന് കിട്ടി. ദെൻ എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് നൈറ്റ് കിട്ടി. Got it? സോ WH ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്, അതിന് ബേസ് ചെയ്തുകൊണ്ട് WH ക്വസ്റ്റ്യൻ ഉപയോഗിക്കുക. Then he met his friends at the park. പാർക്കിൽ കണ്ടുമുട്ടി അല്ലേ. അപ്പോൾ മെറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് V2. V2 നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ഡിഡ് മാത്രമേ ഉള്ളൂ. സോ ടേക്ക് ദ ഡിഡ് ടു ദ ബിഗിനിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സബ്ജക്ട്. ദാറ്റ് ഡിഡ് ഹി മീറ്റ്. ദെൻ V2 എന്ന് പറയുന്നത് ഇവിടെ V1 ആയി met became meet and his friends at park. എല്ലാം സെയിം ആണ്. സോ രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം അല്ലെ. ആരെ കാണാനാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ എന്നും, എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്കിലാണെന്ന് ഉത്തരം ലഭിക്കും. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ. ആരെ അല്ലെ. whom did he meet at the park? ആരെയാണ് മീറ്റ് ചെയ്തത്? ഫ്രണ്ടിനെയാണ്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ വന്നേ? whom കഴിഞ്ഞിട്ട് സെയിം അല്ലേ നോക്കിയേ,
did he meet at the park? അല്ലേ? സെയിം സ്ട്രക്ചർ തന്നെയല്ലേ വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്നു ആരെ എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിച്ചു. ഇനി എവിടെ, അറ്റ് ദ പാർക്ക് ആണ് എനിക്ക് വേണ്ടത്. എവിടെ. സോ വാട്ട് ഇറ്റ് കെയിം, ദാറ്റ് ഈസ് where did he meet his friends? Where did he meet his friends? അപ്പോൾ എന്താണോ ഉത്തരം ലഭിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ WH ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് വൺ is the plural form when we see they ate pizza for dinner. They ate pizza for dinner. Then did form ആണ്, because that is a V2. Then did form will be taken to the beginning. That would become what? Did they eat pizza for dinner? Did they eat pizza for dinner? Then what? എനിക്ക് പിസ്സ ആണ് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? What did they eat for dinner? What did they eat for dinner? What എന്ന് ഉപയോഗിച്ചു, ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. ഡിഡ് ഇവിടെ വന്നു, ദേ സെയിം ആണ്, ഈറ്റ് ഇവിടെ ഉണ്ട്, ദെൻ ഡിന്നർ ഉണ്ട്. ഉത്തരം ലഭിക്കേണ്ടത് പിസ്സ എന്നുള്ളതാണ്. ഇവിടെ ഡിഡ് വന്നു, ഇവിടെ ഡിഡ് വന്നു, ഹു കഴിഞ്ഞിട്ട് ഡിഡ് വന്നില്ല. എന്താ വന്നിരിക്കുന്നേ? ഡയറക്റ്റ് വേർബ് വന്നിരിക്കുകയാണ്, ഓക്സിലറി വേർബ് വന്നിട്ടില്ല. വൈ? വാട്ട് ഇസ് ദ റീസൺ? അതിന്റെ റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ സബ്ജക്റ്റ് ആണ് എങ്കിൽ അല്ലെ, ദേ എന്നുള്ളതാണ് ഒരു ഉത്തരം വരേണ്ടത് അല്ലെ. ഹു ഏറ്റ് പിസ്സ ഫോർ ഡിന്നർ? പിസ്സ ഫോർ ഡിന്നർ, ദാറ്റ് ഇസ് ദേ ഏറ്റ്. ദേ എന്ന് പറയുന്നത് ആ സെന്റൻസിന്റെ ആരാണ്? സബ്ജക്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ അതിന്റെ ലോജിക്ക്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉത്തരം വരുന്നത് എങ്കിൽ നമുക്കവിടെ ഹു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് വേർബ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, WH പ്ലസ് ഇത് വന്നിരിക്കുന്നത് വേർബാണ് വന്നിരിക്കുന്നത്. then the remaining part വന്നിരിക്കുന്നത്. അതിന്റെ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് വന്നില്ല, കാരണം സബ്ജക്റ്റ് ഇവിടെ ഉത്തരമായിട്ടാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് എല്ലാ ഹൂവും വരണം എന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം, എല്ലാ ഹൂവും വരുന്നുണ്ടോ എന്നുള്ളത്. ഇതിനു മുമ്പ് കണ്ട ഒരു എക്സാമ്പിൾ നോക്കിയേ, ജാക്ക് ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെ. ജാക്ക് ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം. ഡസ് ജാക്ക് ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി ജാക്കിന് എന്താണ് ഇഷ്ടം? വാട്ട് ഡസ് ജാക്ക് ലൈക്ക്? ഇവിടെ ജാക്ക് ഇവിടെ ഉണ്ട്, ഈ സബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, വോട്ട് ആണ്. വോട്ട് കഴിഞ്ഞ് നമുക്ക് എന്ത് വന്നു? ഡസ് വന്നു. ഇനി ജാക്കാണ് ഉത്തരം കിട്ടേണ്ടത്. ആർക്കാണ് ഐസ്ക്രീം ഇഷ്ടമായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജാക്ക് എന്ന ഉത്തരമാണ് ലഭിക്കേണ്ടത്. ജാക്ക് എന്ന് പറഞ്ഞാൽ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഹു ചോദിക്കണം. ഹു കഴിഞ്ഞിട്ട് നോക്കിയേ, ഡയറക്റ്റ് വേർബ് ഫോം ആണ് വന്നിരിക്കുന്നത്. ഹു ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം? ആർക്കാണ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമുള്ളത് അല്ലെ? ഹു ലൈക്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹു എന്ന് പറയുന്ന ഓക്സിലറി വേർബ്, ഹു എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉത്തരം സബ്ജക്റ്റ് ആണ് ലഭിക്കുന്നത് എങ്കിൽ ഹു കഴിഞ്ഞിട്ട് മെയിൻ വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഓക്സിലറി വേർബിന്റെ ആവശ്യമില്ല. സോ ലെറ്റ്സ് ചെക്ക് once again. I invited his friends to the party. I invited his friends to the party. So ഇവിടെ നോക്കിയേ, എനിക്ക് ആരാണ് ഇൻവൈറ്റ് ചെയ്തതെന്ന് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ ആരാണ്? ഞാനാണ്. I invited. Who invited? ഹു കഴിഞ്ഞിട്ട് എന്ത് വന്നു? ഡയറക്റ്റ് വേർബ് വന്നു. ഹു പ്ലസ് വേർബ് വന്നു അല്ലെ. ഹു പ്ലസ് വേർബ് വന്നു. ഹു ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട്സ് ടു ദ പാർട്ടി? I invited. അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഓക്സിലറി വേർബിന്റെ ആവശ്യമില്ല. എന്നാൽ എല്ലാ ഹൂവിന്റെ കൂടി അങ്ങനെയാണോ? നമുക്ക് നോക്കാം. അടുത്ത് നോക്കിയേ, എനിക്ക് ഇവിടെ ഉത്തരം വരുന്നത് ഫ്രണ്ട്സ് എന്ന ഉത്തരമാണ് വേണ്ടത് അല്ലെ. ഫ്രണ്ട്സ് എന്ന ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. നോക്കിയേ, ഹു ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി? ആരെയാണ് ഇൻവൈറ്റ് ചെയ്തത് അല്ലെ? പാർട്ടിക്ക് വേണ്ടി നീ ആരെയാണ് ഇൻവൈറ്റ് ചെയ്തത്? അപ്പൊ നോക്കിയേ, ഹു കഴിഞ്ഞിട്ട് ഡിഡ് വന്ന കണ്ടോ? ഹു കഴിഞ്ഞിട്ട് ഹു കഴിഞ്ഞു, എന്നിട്ട് ഓക്സിലറി വേർബ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ ഹൂവിന്റെ കൂടെയും ഡയറക്റ്റ് വേർബ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നിതാണ്,
ഹു എന്ന് പറയുന്ന ചോദ്യം വരുമ്പോൾ അതിന്റെ ഉത്തരം സബ്ജക്റ്റ് ആണ് വരുന്നത് എങ്കിൽ നമുക്ക് ഹൂവിന് ശേഷം ഡയറക്റ്റ് വെർബും, എന്നാൽ അതല്ലാതെ വേറെ ഉത്തരമൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനുശേഷം മറ്റ് സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ഓക്സിലറി വെർബും ആയിരിക്കും വരുന്നത്. അത് മനസ്സിലൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഡിഡ് യു ഇൻവൈറ്റ് ഹിസ് ഫ്രണ്ട്സ് ടു? എന്തിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തത്? പാർട്ടിക്ക് വേണ്ടി. സോ വോട്ട് കഴിഞ്ഞിട്ട് ഡിഡ് ഓക്സിലറി വെർബ് വന്നു, സെയിം പാറ്റേൺ ആണ്. Then let's see now with which. ഇതിൽ വിച്ച് വേറൊരു കളറിലുണ്ട്. അപ്പൊ ഹൂവിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി. ഹൂ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, സെയിം പാറ്റേൺ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ വരുന്നത് ഹൂ കഴിഞ്ഞ് ഡയറക്റ്റ് വെർബ് വരുന്നത് സബ്ജക്റ്റ് ഉത്തരമായിട്ട് വരുമ്പോൾ. ഇങ്ങനെയാണെങ്കിൽ വിച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് സീ ദ വിച്ച്. ദ സെന്റൻസ് ഈസ് ഷീ ബോട്ട് എ ബ്ലൂ ഡ്രസ് ആൻഡ് എ റെഡ് ഡ്രസ്. എനിക്ക് ഇതിൽ ഏതാണ് വാങ്ങിയത്? ബ്ലൂ ആൻഡ് റെഡ് ഡ്രസ്. അതിൽ ഏതാ വാങ്ങിയെന്ന് ഒരു ചോദ്യമാണെങ്കിലോ എന്തായിരിക്കും വരുന്നത്? ഡിഡ് ഷീ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. വിച്ച് ഡ്രസ് ഡിഡ് ഷീ ബൈ? വിച്ച് ഡ്രസ് ഡിഡ് ഷീ ബൈ? ഈ ബ്ലൂ ആണോ റെഡ് ആണോ ഇതിൽ ഏതാ മേടിച്ചതെന്ന് എനിക്ക് ചോദിക്കണമെങ്കിൽ വിച്ച് കഴിഞ്ഞിട്ട് ഏതാ വന്നേ? ഇറ്റ്സ് എ ഡ്രസ്. അത് നൗൺ വന്നു, അതിന് ശേഷമാണ് ഡിഡ് വന്നത്. അതായത് വിച്ചിന് ശേഷം ഏതാ വന്നേ? ഒരു നൗൺ ആണ് വന്നത്, അതിന് ശേഷം ഓക്സിലറി വെർബ് വന്നു. കണ്ടോ പ്രത്യേകത കണ്ടോ? ഇപ്പം എല്ലാ ക്വസ്റ്റിനും സെയിം പാറ്റേൺ അല്ല എന്നുള്ളതാണ്. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണ് എങ്കിൽ വേറൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ വിച്ചിട്ട് തന്നെ നമുക്ക് ഒന്നുകൂടി നോക്കാം. ലെറ്റ്സ് സീ another one. She read several novels by different authors. Did she? നമുക്കറിയാം. What did she read? നമുക്ക് several novels word കഴിഞ്ഞ did വന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? ഏത് നോവലാന്ന് ചോദിക്കുമ്പോൾ which novels did she read? ഏത് നോവൽസ് അല്ലെ? ഏത് നോവൽസ് ആണ് അവൾ വായിച്ചത്? അവൻ ഇവിടെ വന്നപ്പോ നോവൽസ് എന്ന് പറയുന്ന നൗൺ ആണ് വിച്ചിന് ശേഷം വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? വോട്ട് വന്നപ്പോ ഓക്സിലറി വെർബ്സ് ഉണ്ട്. Is it clear for you? Let's see next one. ഇനി വേറെ ഒന്നുകൂടി ഉണ്ട്. ഏതാണ്? ഹുസ് എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. which കണ്ടു, who കണ്ടു. Then let's see the whose. Whose is in the same pattern of which. That's why നമ്മൾ ഒരു സെയിം കളർ കൊടുത്തിരിക്കുന്നത്. She borrowed a book from her friend. അല്ലേ? ബോറോഡിന്റെ ഡിഡ് ഫോം നമ്മൾ എടുത്തു. ഡിഡ് ഫോം ബിക്കോസ് ഇറ്റ്സ് എ V2. ഡിഡ് ഫോം എടുത്തു, ഡിഡ് എടുത്തു. അതാണ് yes or no ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ്. ഇനി നമുക്ക് what did she borrow from her friend? what വന്നു കഴിഞ്ഞപ്പോൾ did വന്നു. എന്താണ്? വാട്ട്സ് ബുക്കാണ് ഉത്തരം വന്നിരിക്കുന്നത്. ഇനി ഏത് ബുക്കാണെന്നുള്ളതാണെങ്കിലോ, ആരുടെ ബുക്ക് എന്നുള്ളത് അല്ലെ, അടുത്ത് നമ്മൾ ആരുടെ ബുക്ക് എന്നുള്ളതാണെങ്കിലോ ഹൂസ് ബുക്ക്. ആരുടെ ബുക്കാണ്? ഹൂസ് ബുക്ക് ഡിഡ് ഷീ ബോറോ. ആരുടെ ബുക്കാണ് എന്ന് വന്നപ്പോഴും നമുക്ക് വന്നിരിക്കുന്നത് എന്താ നോക്കിയേ? ഹുസ് കഴിഞ്ഞതിന് ശേഷവും നൗൺ ആണ് വന്നിരിക്കുന്നത് അല്ലെ? ഹുസ് പ്ലസ് നൗൺ ആണ് വന്നിരിക്കുന്നത്. ചേഞ്ച് കണ്ടോ? വിച്ചിന്റെ പോലെ തന്നെ ഹുസ് കഴിഞ്ഞതിന് ശേഷവും നൗൺ വന്നു, അതിനുശേഷമാണ് ഓക്സിലറി വെർബും സബ്ജക്റ്റും വന്നിരിക്കുന്നത്. പ്ലസ് ഓക്സിലറി വെർബ് ആൻഡ് പ്ലസ് നൗൺ അല്ലെ സബ്ജക്റ്റ് വന്നിരിക്കുന്നു. ക്ലിയർ അല്ലെ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഈ ഭാഗം ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക, കാണുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. The next one, he always wears his father's watch. Always wears. No, he വന്നതുകൊണ്ട് ഇവിടെ wears വന്നു. V1S ആണ്. V1S ആവുമ്പോൾ നമുക്ക് does വന്നു. S ആയിരുന്നു, does ഫോം എടുത്തു. does ഫോം ആണ് ഇവിടെ yes or no ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻ നോക്കാം. Whose watch? ആരുടെ വാച്ച്? അതിന് ശേഷമാണ് does വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഹുസ് കഴിഞ്ഞതിന് ശേഷം നൗൺ ഫോം വന്നു, അതിന് ശേഷമാണ് നമുക്ക് വന്നിരിക്കുന്നത് ഏത്? ഓക്സിലറി വെർബ്സ് വന്നിരിക്കുന്നത്. വാട്ട് ഡസ് ഹി ഓൾവേസ് വെയർ. വാട്ട് കഴിഞ്ഞിട്ട് ഡസ് വന്നു. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ പാറ്റേൺ ആണ്. ഓക്സിലറി വെർബ് അതിന് തൊട്ട് ശേഷം തന്നെ ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. നിങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് നോക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ മീനിങ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ കംഫോർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഹു, വിച്ച്,
whom എന്ന 3 ക്വസ്റ്റ്യൻ വേർഡിൽ മറ്റു ക്വസ്റ്റ്യൻ വേർഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ കണ്ടത്. മറക്കരുത്. സോ as I always ask you, please subscribe and share with your friends and family members. Let them also learn like you and be confident in speaking as well as in writing. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹാസ് ഓർ ഹാവിൻ ഹാഡിൻ്റെ ഫോമാറ്റുമായിട്ട് കാണുന്നതായിരിക്കും. സോ ടിൽ ദെൻ ഐ ആം ജിൻസ് ലിവിങ് ഹിയർ. ബൈ ബൈ.